ആഫ്റ്റർ ദ റിലീസ് ഓഫ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ എമ്പുരാൻ സിനിമയെക്കുറിച്ച് അതിന് ശേഷം റിലീസിന് ശേഷം ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. ഈ വീഡിയോയിൽ നമുക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറയുന്നത് ടൊവിനോ തോമസിനെ കുറിച്ചാണ്, ജിതിൻ രാംദാസ്. അപ്പോൾ ജിതിൻ രാംദാസ് ലൂസിഫർ സിനിമയിലെ അവസാനം മുഖ്യമന്ത്രിയാകുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ബിബൽ നായർ എന്ന് പറയുന്ന ഒരു മാഫിയയുടെ കയ്യിൽ നിന്നും കേരളത്തിനെ തിരിച്ച് രക്ഷിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളി അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ച ഒരാളാണ് ജിതിൻ രാംദാസ്. PKRയുടെ മകനായിട്ടുള്ള ജിതിൻ രാംദാസിനെ അവിടെ പ്രതിഷ്ഠിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അലങ്കരിച്ച് കൊണ്ടിരുത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നല്ല രീതിയിലാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ ഈ എമ്പുരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനെപ്പറ്റി സംസാരിക്കുകയും ഈ ബിമൽ നായർ എങ്ങോട്ടാണോ പാർട്ടീനെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് തന്നെയാണ് വീണ്ടും ഈ ജിതിൻ രാംദാസും പോയെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ പുത്രൻ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എമ്പുരാൻ്റെ അത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എടുത്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വെളിരാജ്യങ്ങളുമായിട്ടുള്ള കുറേ കണക്ഷൻസ് കാര്യങ്ങൾ അവരൊക്കെ ആയിട്ട് കുറച്ച് ഡീലിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കറപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ മീഡിയാസ് എല്ലാം കൊട്ടിഘോഷിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നടക്കുന്ന ഡ്രാമനെ പറ്റി ഒന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ തുടർന്ന് നടക്കുന്ന ഡ്രാമനെ പറ്റി ഞാൻ പറയുന്നില്ല. എമ്പുരാൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്ന സമയത്ത് ഖുറേഷി അബ്രഹാം ജിതിൻ രാംദാസിനെ പിടിച്ചുകൊണ്ട് പോകുന്നതും അവിടെ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഒക്കെ അവിടെ നടന്നു പോകുന്നുണ്ട്. ഇതിനെല്ലാം അവസാനം എല്ലാത്തിൻ്റെ ഒരു ടെയിലെൻഡായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ജിതിൻ രാംദാസ് നല്ല വഴിക്ക് പോവുമോ, അല്ലെങ്കിൽ നിനക്ക് മരണപ്പെടാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല കുട്ടിയായിട്ട് ജീവിക്കാമെന്ന് ഖുറേഷി അബ്രഹാം വാൺ ചെയ്യുന്ന സമയത്ത് ഓക്കെ നല്ല കുട്ടിയായിട്ട് പോകാം എന്നുള്ള, അല്ലെങ്കിൽ എന്താണോ പുള്ളി തീരുമാനിച്ച് ആ ഒരു തീരുമാനമായിട്ട് ഹെലികോപ്റ്ററിൽ കയറുകയും ഹെലികോപ്റ്റർ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ മെയിൻ വില്ലൻ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ബ്രദറായിട്ടുണ്ടായിരുന്ന കബൂക്കേനെ കൊന്നതിന് പ്രതികാരമായിട്ട് ഒരു ബ്രദറിനെ കൊന്നതിന് മറ്റൊരു ബ്രദറിനെ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് ജിതിൻ രാംദാസ് മരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ജിതിൻ രാംദാസ് മരിക്കാനുണ്ടായ അവിടെ ഒരു കാരണം ചെറിയൊരു കാരണമായിട്ട് ഞാൻ എടുത്ത് കാണുന്നില്ല. ഈ സിനിമയുടെ എമ്പുരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് ജിതിൻ രാംദാസ് ചൈനയിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യിപ്പിച്ചു, ഫണ്ടുകൾ കൈപ്പറ്റിയിട്ടുണ്ടെന്ന്. ഈ ഷങ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഗ്യാങ് ഉള്ളത് ചൈനയിലാണ്. അവരുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജിതിൻ രാംദാസ് കൈ കോർത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ സിനിമ ഒരു തവണ അല്ലെ 2 തവണ കണ്ടു കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാവും. കാരണം അത്രയും നീറ്റായിട്ടാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന സമയത്ത് മേ ബി ഇത് ശ്രദ്ധിച്ചെന്ന് വരികയില്ല. ഞാൻ സെക്കൻഡ് ടൈം കണ്ടപ്പോഴാണ് ഇത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതൽ എൻക്വയറി ചെയ്യാതെ തന്നെ പുള്ളിയെ കൊല്ലാൻ വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് സിമ്പിളായിട്ട് സ്റ്റീഫൻ പുള്ളിയുടെ അനിയനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. വെറുതെ അവിടെ ഒരു ഡയലോഗ് കൊണ്ട് വെച്ചതല്ല, ബ്രദർ ഫോർ അനദർ ബ്രദർ എന്ന് പറയുന്ന ഒരു സാധനമൊന്നും വെറുതെ അവിടെ വെച്ചതല്ല. ഇത് അവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു സ്റ്റീഫൻ്റെ അനിയനാണ് ജിതിൻ രാംദാസ് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ സിമ്പിളായിട്ട് പുള്ളിയെ അസാസിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫൺ ഫാക്ടർ. ഇനി എല്ലാവരും ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ആ റെഡ് ഡ്രാഗൺ ഷർട്ടിൻ്റെ പുറകിലുണ്ടായിരുന്നത് ആരാണ്, ഏത് നടനാണുള്ളത് എന്നുള്ള കാര്യം. റിക് യൂൺ എന്ന് പറയുന്ന കൊറിയൻ ആക്ടറാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിയാണ് ഷങ് ട്രയാഡ്സിൻ്റെ ഒരു തലവനായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നത്. അടുത്ത സിനിമയിലായിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ പുള്ളിയെ കാണിച്ചൊരു സമയത്ത് അതിൻ്റേതായ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഇതേതായി ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്ന ആൾ എന്നും പറഞ്ഞിട്ടൊരു കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. അല്ലെങ്കിൽ ഇയാൾ ആരാ എന്താ എന്നൊക്കെ ഒന്നും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കാണുകയുണ്ടായി. പുള്ളി നമ്മുടെ 2001 പുറത്തിറങ്ങിയ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച നിഞ്ച അസാസിൻ എന്ന് പറയുന്ന ഒരു വാർണർ ബ്രദേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ അഭിനയിച്ച, ഡൈ അനദർ ഡേ എന്ന് പറയുന്ന ജെയിംസ് ബോണ്ടിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ച, അലീറ്റ ബാറ്റിൽ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ആനിമേഷൻ മിക്സ് ആയിട്ടുള്ള ഒരു സിനിമ 2020 മറ്റോ റിലീസായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ച ഒരു വെൽ നോൺ ആക്ടർ തന്നെയാണ് റിക് യൂൺ എന്ന് പറയുന്ന നടൻ. കറൻ്റ്ലി ഭയങ്കര സംഭവമല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പുള്ളി ഫേമസ് ആക്ടർ തന്നെയാണ്. എമ്പുരാനി പറയുന്ന പോലെ ചെറിയ കൈ അല്ല വരുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ്
ഒരു ചെറിയ കൈ അല്ല പുള്ളി. അത് മലയാള സിനിമയുടെ ഒരു അഭിമാനം തന്നെയാണ്. ഇപ്പോൾ വേണമെങ്കിൽ റിക്യൂണിൻ്റെ വിക്കിപീഡിയ അക്കൗണ്ട് ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കുക. അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ പേരെന്ന് പറയുന്നത് എമ്പുരാൻ ആണ്. സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമ എന്നല്ല, മലയാളം സിനിമ എന്നാണ്. അതൊരു അഭിമാന നിമിഷമാണ്. ഒരു കൊറിയൻ ആക്ടറിൻ്റെ സിനിമ കരിയറിൽ ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ റിസർച്ച് ചെയ്തിട്ടാണെങ്കിലും മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് പലരും കാണുന്നുണ്ട്. എനിക്കൊരു ഹൈ തന്ന ഒരു മൊമെൻറ്റ് തന്നെയായിരുന്നു. അല്ലാതെ അവിടെ ഇപ്പോൾ അമീർ ഖാൻ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഡോൺലി വന്നതുകൊണ്ടോ ഒന്നുമല്ല. ഡോൺലി വന്നു കഴിഞ്ഞാൽ പറയാം ഇത് നമുക്കപ്പോൾ നേരത്തെ അറിയാമായിരുന്നു ഡോൺലി ആണെന്ന് എന്ന് പറയും. ഇതിപ്പം നമ്മളൊന്നും പെട്ടെന്ന് വിചാരിക്കാത്ത ഒരാൾ, എന്നാൽ സിനിമ റിലീസാകുന്നതിന് തൊട്ട് മുമ്പ് ചെറുതായിട്ടൊന്ന് ലീക്കായ ഒരാൾ തന്നെയാണ് വന്നത്. അപ്പോൾ അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യവും ഒക്കെയായി മാറുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൂസിഫർ 3യുടെ പേരെന്തായിരിക്കും? സിനിമയുടെ അവസാനം L3 ദ ബിഗിനിങ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ L3 ദ ബിഗിനിങ് അല്ല തേർഡ് പാർട്ടിൻ്റെ പേര്. തേർഡ് പാർട്ടിൻ്റെ പേര് അസ്രയേൽ എന്നാണ്. L3 അസ്രയേൽ. അസ്രയേൽ മീൻസ് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള, ഇരുട്ടിൻ്റെ പൂവ് എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്ന പോലെ തന്നെ ലൂസിഫറിനേക്കാൾ വലുതായിട്ടുള്ള ഡെത്തിൻ്റെ മറ്റൊരു പര്യായ പദമായിട്ടുള്ള, മരിക്കുന്നതിന് മുമ്പ് സോളിനെ കയ്യിലെടുത്ത്, ആത്മാവിനെ കയ്യിലെടുത്ത് അതിനെ ചൂഷണം ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അസ്രയേലിൻ്റെ അർത്ഥം. ലൂസിഫർ 3 അസ്രയേൽ പറയാൻ പോകുന്നത് ഖുറേഷി എബ്രാഹിമിൻ്റെ ബാക്ക് സ്റ്റോറിയും അതുപോലെ തന്നെ റിക്യൂൺ എന്ന് പറയുന്ന ഈ പുതിയ ഗ്യാങ്, ഷാങ് ട്രയാഴ്സിൻ്റെ പുതിയ ഗ്യാങ്ങിനെ പറ്റിയുള്ള കാര്യവും അവരും ഖുറേഷി എബ്രാഹിമും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ചൊക്കെയാണ്. ഏകദേശം ഇലുമിനാറ്റിയെ പറ്റിയൊക്കെ പലയിടത്തും ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും മൂന്നാം ഭാഗത്തിൽ ആ ഇലുമിനാറ്റി എന്താണെന്നും ഈ ഇലുമിനാറ്റി എത്രത്തോളം ഈ ഷാങ് ട്രയാഴ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റിവീലാകുന്ന ഒരു സിനിമയായിരിക്കും മൂന്നാം ഭാഗം. അപ്പോൾ അത് സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ വേണം അടുത്ത സിനിമ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണം അത് പറയാൻ. നമ്മൾ വന്നിട്ട് ഇത് 10 പൈസയ്ക്ക് കൊള്ളത്തില്ല എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഓക്കെ, ഞാൻ കുറ്റം പറയരുത് എന്നല്ല ഞാൻ പറയുന്നത്. പടത്തിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, പറയുന്നതിന് തെറ്റില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും ഹിഡൻ ഡീറ്റെയിൽസും ഇത്രയും കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടും അത് മനസ്സിലാക്കാതെ ജസ്റ്റ് ഒരു കോമൺ ഓഡിയൻസ് ആയിട്ട് ഇത് കണ്ട് ഇത്രയേ ഉള്ളൂ, ഇത് മറ്റേ ലൂസിഫർ കണ്ടതിൻ്റെ പകുതി പോലും ഇല്ല എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ലൂസിഫർ അതൊക്കെ കഴിഞ്ഞു. ഇനിയും ലൂസിഫറിലെ പോലെ മുണ്ടും മടക്കി കുത്തി മീശ പിരിച്ച് വരണമെന്ന് നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് മാത്രമേ പോകത്തുള്ളൂ, മുമ്പോട്ട് വരില്ല. അത് ഓർത്ത് വെക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന പേരും മൂന്നാം ഭാഗത്തിൻ്റെ പേരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ളത്. എമ്പുരാൻ്റെ അകത്ത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അന്ന് മുതൽ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് AA, ആ എയിൽ എന്തിന് രക്തം വരുന്നു എന്നുള്ളൊരു കാര്യം. അതിൽ ഒരു A എന്ന് പറയുന്നത് അബ്രഹാമാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് അസ്രയേലാണ്. ഇനി ഈ സിനിമയിൽ ഉണ്ടായ കുറച്ച് പാളിച്ചകളെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അതിലെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലയിടത്തും ഈ സിനിമ എവിടേക്കോ ഒന്ന് വലിയുന്നത് പോലെ ഫീൽ ചെയ്തു. ആ വലിച്ചിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ നടക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ അവിടെ അടിക്കുന്ന സമയത്ത് മഞ്ജു വാര്യറിൻ്റെ ആ ഒരു പുള്ളി മരിച്ചു, അപ്പോൾ ജീവനോട് ഉണ്ടെന്നറിയുന്നതിൻ്റെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും, ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടി തന്നെ ഒരു 4-5 ഷോട്ട്സ് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഒരു ബോംബ് ബ്ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് ഷോട്ടേ ഒരു ബ്ലാസ്റ്റ് സീനാണ്, ഇറാഖിൽ നടക്കുന്നൊരു ബ്ലാസ്റ്റ്. ആ ബ്ലാസ്റ്റ് സിനിമയിൽ ഒരു 3 തവണ അതേ മീറ്ററിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അത്രയും സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു പക്ഷക്കാരനാണ്. അതുപോലെ തന്നെ മോഹൻലാലും പൃഥ്വിരാജും കൂടി ഉള്ള ഒരു ഫൈറ്റ് കാണിക്കുന്നത്. അപ്പം അത് വളരെ ലെങ്ത് കൂടിപ്പോയ പോലെയും, അല്ലെങ്കിൽ എന്തുകൊണ്ട് പെട്ടെന്ന് തീരുന്നില്ല, ഇത്രയും വലിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ളൊരു ഫീല് വരികയും, അതുപോലെ തന്നെ അത് കുറച്ച് ക്രിഞ്ചിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉയർന്നൊരു കാര്യമാണ്, ഇത്രയും വലിയൊരു ഗ്യാങ്സ്റ്ററായിട്ട് ഇത്തരത്തിൽ ഒരു ഡൂക്ലി ആൾക്കാരെ തല്ലാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത്. പുള്ളി അത് സ്റ്റീഫനായിട്ട് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ ഖുറേഷി എബ്രാഹിമായിട്ട് നിൽക്കുന്നൊരു സമയത്ത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് കുറേ പേരുടെ അഭിപ്രായം വരുന്നിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഫൈറ്റ് ചെയ്യാൻ പോയെന്ന് എനിക്കൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഫൈറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ മോഹൻലാൽ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഫൈറ്റ് തീർക്കാൻ സാധിക്കും, പക്ഷേ ഇത് നിൻ്റെ റിവെഞ്ചാണ്, നീ പോയി ചെയ്തു എന്നുള്ളത്. അപ്പോൾ തന്നെ മോഹൻലാലും പറയുന്നുണ്ട്, നീയാണ് അവനെ ശരിയാക്കേണ്ടത്, ഇത് നമ്മുടെ പ്രതികാരവുമാണെന്ന്. ആ പ്രതികാരത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയദർശിനി രാംദാസിനെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടതും ഇവർ തന്നെയാണ്. സോ
അതിൻ്റെ ഒരു പ്രതികാരം മോഹൻലാലിനും ഉണ്ട്, ആ ഒരു ദേഷ്യം കാണിക്കുന്നുമുണ്ട്. സോ അതുകൊണ്ടുകൂടിയാണ് പുള്ളി മുമ്പിലോട്ട് ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ പോയി നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതൊരു പാളിച്ചയായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. പിന്നൊരു നെഗറ്റീവായിട്ട് വന്നൊരു കാര്യമാണ് ഗോവർദ്ധൻ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇത്രയും പുള്ളി മയക്കി അങ്ങ് അവിടം വരെ എത്തിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ വെച്ചത് കുറച്ച് വലിച്ചിലായിട്ട് തോന്നിയ പോലെ തോന്നി. യെസ്, അത് ഒരു പോരായ്മയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത്രയും വലിച്ച് നീട്ടി കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ജോൺ വിക്ക് പോലുള്ള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത അതേ പടവുകളും കാര്യങ്ങളിലും ഒക്കെയാണ്. സോ ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചു അവിടെയൊക്കെ ഷൂട്ട് ചെയ്തല്ലോ എൻ്റെ മലയാള സിനിമ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ബട്ട് അതൊരു പോരായ്മ തന്നെയാണ്. ഇതേ സമയം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു ക്യാമിയോ. ആൻ്റണി പെരുമ്പാവൂരിനെ എന്തിനു കൊണ്ടുവച്ചു? ആൻ്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ റാവുത്തർ എന്ന് പറയുന്ന ക്യാരക്ടറിന് വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ലൂസിഫർ സിനിമയുടെ അവസാനം കണ്ടിട്ടുള്ളവർക്ക് റഫ്തറ പാട്ട് തീരുന്ന സമയത്ത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു പാസിംഗ് സീനുണ്ട്. അതിൻ്റെ അകത്ത് പുള്ളി തന്നെയാണുള്ളത്. സോ പുള്ളി ഒരു തമാശയ്ക്ക് കൊണ്ടുവന്നിട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പുള്ളി അത് വന്നത് ആ സിനിമയിലും അദ്ദേഹത്തിനെ കാണുന്നുണ്ട്. സോ അത് അവർ തമ്മിൽ ആ സമയത്തെ കമ്പനി ഉള്ള രീതിയിലാണ് സലാം പറയുന്നത്. ദാറ്റ് മേക്സ് സെൻസ്. മനസ്സിലായല്ലോ, ഇനി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓവറോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കഥേനെ എടുത്ത് വെച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ പ്രസൻ്റ്ലി നടക്കുന്ന സിനാരിയോ എന്താണോ അതിനെ നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വിമർശിക്കുന്ന, അല്ലെങ്കിൽ അതിനെ എടുത്ത് കാണിക്കുന്ന, പച്ചയായിട്ട് എടുത്ത് കാണിക്കുന്ന, നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ വർഗീയ ശക്തികൾ കേരളത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ അവർക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്ന രീതിയിൽ കൂടിയാണ് ഇതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ ഇവർ ശ്രമിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രസൻറ്റ് സിനാരിയോയിൽ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ EDയുടെ ആൾക്കാർ വരുന്നൊരു സമയത്ത് അവരത്തരത്തിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ കാണിച്ചൊരു ധൈര്യം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇവിടെ ആരൊക്കെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ വീടുകളിലേക്ക് ED വന്നിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് വിജയുടെ പേരാണ്. GST മെർസൽ GSTയുടെ കാര്യം പറഞ്ഞു. പുള്ളി മാസ്റ്റർ സിനിമയുടെ സമയത്ത് ED ചോദ്യം ചെയ്യുകയും റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. സോ ഈ സിനിമയിൽ തന്നെ പറയുന്നൊരു ഡയലോഗുണ്ട്, നമ്മൾ നല്ലതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കൈവലങ്ങ് വെക്കാൻ വേണ്ടി ആൾക്കാർ വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെയും സത്യമായിട്ട് വരികയാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ പച്ചയായിട്ട് പറഞ്ഞപ്പോൾ ഗുജറാത്തിലെ കലാപം, 2002 നടന്ന ഒരു തീ വിപത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. IUF എന്ന് പറയുന്നൊരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നി. പക്ഷേ എന്നിട്ടും അവർക്കും പോരായ്മകളുണ്ട് എന്ന് ഈ സിനിമയിൽ എടുത്ത് പറയുന്നുണ്ട്, ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും. സോ ഇതൊരു വലിയ തെറ്റായിട്ട് എനിക്ക് എവിടെയും ഫീൽ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ അത് റീസെൻസർ ചെയ്യണം, ഒന്നും കൂടി ഇത് ആൾക്കാർ ഇവരെ കുറ്റം പറയുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ആൾക്കാരെല്ലാം ഇപ്പോൾ കുറച്ച് കുരുപൊട്ടി ഒരു വിഭാഗം ആൾക്കാർ കറങ്ങി നടപ്പുണ്ട്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇത്തരത്തിൽ ഒരു ചർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ അത്രയും നല്ലൊരു കണ്ടൻറ് ഉള്ളതുകൊണ്ടും ആ പറയുന്ന കണ്ടൻറ്റിൽ കാമ്പുള്ളത് കൊണ്ടാണ്. കാമ്പില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ണടച്ച് വിടത്തേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. സോ ഇപ്പം വിഷയത്തിൽ നിന്ന് ജസ്റ്റ് തെന്നി മാറിപ്പോയി. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡ്രഗ് ഡീലിങ്സ് പോലെ, അല്ലെങ്കിൽ വെപ്പൺ ഡീലിങ്സ് പോലെ വലിയ ഗ്യാങ് വാർസുകൾ, കാര്യങ്ങൾ, വലിയൊരു 2 നെക്സസുകൾ നമ്മുടെ ഈ ലോകം കൺട്രോൾ ചെയ്യുന്ന 2 ശക്തികളുണ്ട് എന്നുള്ളത് സിനിമ തുടങ്ങുന്നൊരു സമയത്തെ പറഞ്ഞു തരുന്നുണ്ട്. ഖുറേഷി എബ്രഹാം, ലൂസിഫർ എന്ന് പറയുന്ന കോഡ് നെയിമുള്ള ഖുറേഷി എബ്രഹാം ഗ്യാങ്, അതുപോലെ തന്നെ ഷാങ് ട്രയാഴ്സ് എന്ന് പറയുന്ന ഗോഡ് ആക്സസ് എന്ന് പറയുന്ന കോഡ് നെയിമുള്ള ആ ഒരു ടീമും, ചൈന ടീമും ആണ് ഈ ലോകം കൺട്രോൾ ചെയ്യുന്ന 2 വലിയ ശക്തികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശക്തികളെക്കുറിച്ചാണ് ഇനി അടുത്ത സിനിമയിൽ നമ്മൾ അറിയാൻ പോകുന്നത്. സോ അത്തരത്തിലുള്ള റൈറ്റിങ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു ടെറൈൻ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ഇത് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പുതിയൊരു കഥയും കഥാസന്ദർഭങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് അടുത്തൊരു സംഭവം ഉണ്ടായി വരത്തുള്ളൂ. സോ മനസ്സിലാക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, തള്ളിക്കളയാൻ തെറ്റില്ല. പക്ഷേ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് വെറുതെ ചവിട്ടുകൊട്ട ഇടാം എന്ന് വിചാരിക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഒരുപാട് ഡീറ്റെയിലിങ്ങും ഒരുപാട് ഡീകോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉടനെ വരും. ഇതിൻ്റെ OTT റിലീസും ശേഷം ഒരുപാട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവരും പറയും, ഷോ ഇത്രയും ഗംഭീര സിനിമയായിരുന്നോ എന്നൊക്കെ
എല്ലാവരും പറയാൻ പോകുന്ന ഒരു സമയത്തോടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതിൻ്റെ തിയേറ്ററിൽ നിന്ന് ഇതിൻ്റെ സീനുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ വലിയ സന്തോഷം, എല്ലാവർക്കും സിനിമ കാണാൻ സാധിക്കും. സോ ഓവറോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് തിയേറ്ററിൽ വർക്കൗട്ട് ആയതും ഒരുപാട് ഡീറ്റെയിലിങ്ങും ലൂസിഫറിനേക്കാൾ ഉപരി ഒരുപാട് ഡീറ്റെയിലിംഗ് സാധനങ്ങളൊക്കെ വെച്ച് അടുത്തൊരു പാർട്ടിലേക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിനെ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നതും. സോ ഇതൊരു വൻ വിജയമായി, ഇപ്പോൾ ഓൾറെഡി വൻ വിജയമായിട്ടുണ്ട്, ഇനിയും വലിയൊരു വിജയമായി ഇതിൻ്റെ ഒരു 3-ാം ഭാഗം വരട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിർത്താൻ പോകുന്നത്. തീരുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞിരുന്നു മീൻ മാർക്കറ്റിൽ കിടന്നിട്ട് തല്ലുണ്ടാക്കുന്നവനാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ഖുറേഷി അബ്രഹാമായി മാറിയതെന്ന് പറയുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്ന ഒരു സീന് എല്ലാവർക്കും മനസ്സിൽ ഓർമ്മ കാണും. അവിടെ ബോബി നമ്മുടെ വിവേക് ഒബറോയിയുടെ കഥാപാത്രം പറയുകയുണ്ടായി. ആ ഡയലോഗ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിൻ്റെ പഴയ കഥകളൊക്കെ എനിക്കറിയാം, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ദുബായിലെ ദയറയിലും കരാമയിലും റോളയിലും ഷാക്ക് കടകളിൽ ആക്രി സ്വർണം കള്ളക്കടത്ത് നടത്തിയ നിന്റെ പഴയകാല ചരിത്രമൊക്കെ എനിക്കറിയാം സ്റ്റീഫ. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിലല്ല ഇതുകൊണ്ട് വെച്ചിരിക്കുന്നത്. ഈ എമ്പുരാനിൽ കാണിച്ച മിക്ക കാര്യങ്ങളും ലൂസിഫറിൽ നേരത്തെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, BJP ആ ഒരു സംഘപരിവാറിൻ്റെ കാര്യം പറയുന്ന ആ ഒരു പാർട്ടിയുടെ കടന്നുവരവ് പോലും അതിൽ തന്നെ വിമർശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് പടർന്നു കയറുന്ന വർഗീയതയുടെ കാട്ടുതീ ഇപ്പോൾ കേരളത്തിന്റെ കൊട്ടിയമ്പലത്തിലും വന്ന് തട്ടു തുടങ്ങിയിരിക്കുന്നു. 5 വർഷത്തിന് ശേഷം അത് കേരളത്തിലേക്ക് വന്ന രീതിയിലാണ് സിനിമ കാണിക്കുന്നത്. ഓരോ കുട്ടി കാര്യങ്ങളിലും അത്രയേറെ ഡീറ്റെയിലിംഗ് ഈ സിനിമയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് മനസ്സിലാക്കാതെ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തന്നെ മനസ്സിലാക്കാതെ കുറേ ആൾക്കാർ എമ്പുരാൻ കണ്ടതിന് ശേഷം എമ്പുരാൻ ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കുക. നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിയുമ്പോൾ ഒരു റീവാച്ച് നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു വ്യൂസ് മാറും, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു രീതി മാറും. സിനിമ കുറച്ചും കൂടി നിങ്ങൾക്ക് ആസ്വാദികരമാവും, കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളിലും കുറേ ആകാംക്ഷ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളും സിനിമയിൽ നിന്ന് കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.